അയ്യോ! സഞ്ജു സാംസൺ. അങ്ങനെ നമ്മൾ മലയാളികളായ സഞ്ജു സാംസൺ വീണ്ടും വെടിക്കെട്ട് പ്രകടനവുമായി അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ തിളങ്ങിയിരിക്കുകയാണ്. 89 റൺസ് വീണ്ടും. സെമിയിലും ഫൈനലിലും 89 എന്ന ഒരു നമ്പറിലാണ് സഞ്ജു ഔട്ടായിരിക്കുന്നത് ഇന്ന്. വേണമെങ്കിൽ ഇന്നും സഞ്ജു സാംസണിന് ഒരു സെഞ്ചുറി അടിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ നമുക്ക് അറിയാലോ സഞ്ജു സാംസൺ വളരെയധികം കഷ്ടങ്ങളിലൂടെ തരണം ചെയ്താണ് സഞ്ജു ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. എല്ലാം ഒരുപാട് ആളുകൾ സഞ്ജുവിനെ ന്യൂസിലാൻഡ് സീരീസിൽ പുറത്തായപ്പോൾ 5 കളികളും ഫ്ലോപ്പായപ്പോൾ തള്ളിപ്പറഞ്ഞതാണ്. പക്ഷേ സഞ്ജു തുടർച്ചയായുള്ള ഹാർഡ് വർക്കിലൂടെയും അദ്ദേഹത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളിലൂടെയും അദ്ദേഹം വീണ്ടും ടീമിലേക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് ലക്കുമുണ്ടായിരുന്നു. അങ്ങനെ ടീമിൽ തിരിച്ചു വന്നു. അങ്ങനെ മത്സരങ്ങളിൽ ചെറിയ ചെറിയ സിംബാബ്വെ, നമൈബിയ അങ്ങനെയുള്ള മത്സരങ്ങൾ കളിച്ചു. പിന്നെ ദക്ഷിണാഫ്രിക്കയുമായുള്ള ക്വാർട്ടർ ഫൈനൽ ഇന്ത്യ തോറ്റതോടെ ലെഗ് ബാറ്റിംഗ് സൈഡ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് നടക്കില്ല എന്ന് ഇന്ത്യക്ക് ബോധ്യമായപ്പോഴാണ് സഞ്ജുവിന് നറുക്ക് വീണത്. പക്ഷേ അത് ഇന്ത്യക്ക് ഗുണം ചെയ്തു. സഞ്ജു ഇല്ലെങ്കിൽ ഒരിക്കലും ഇന്ത്യ സെമിയും ക്വാർട്ടറും ജയിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ആമിർ പറഞ്ഞതുപോലെ ഇന്ത്യ സെമി കടക്കൂല ഉള്ളത് തന്നെയാണ്. ആ ടീമിനെ വെച്ച് കടക്കൂലായിരുന്നു. കാരണം സഞ്ജു സാംസൺ കളിച്ചത് കൊണ്ട് മാത്രമാണ് ആ ക്വാർട്ടർ ഫൈനൽ ഇന്ത്യ ജയിച്ചത്. അതുപോലെ സെമി ഫൈനലും സഞ്ജു നല്ല ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. തുടർച്ചയായി ഇതുപോലെ 50 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 100 തന്നെയാണ്. അത് 89, 97 എന്നൊക്കെ പറയുന്നത് 50 അല്ലല്ലോ, 100ൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ ബാറ്റ് വീശുന്ന ആരും തന്നെ ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് T20യിൽ എനിക്ക് തോന്നുന്നത് സഞ്ജു സാംസൺ ആണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു അത്രയും ഫാസ്റ്റായിട്ട് ബാറ്റ് വീശുന്ന ഒരു ബാറ്റ്സ്മാനായിട്ട് തുടർച്ചയായി ഇതുപോലെ ഫോമിൽ കളിക്കുന്ന വേൾഡ് സഞ്ജു സാംസൺ മാത്രമായിരിക്കും. അപ്പോൾ വിരാട് കോഹ്ലിയുടെ ഇപ്പോൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. തുടർച്ചയായി സെമിയിലും ഫൈനലിലും 50 നേടി ടീമിനെ ജയിപ്പിച്ച വിരാട് കോഹ്ലിയുടെ 2016 റെക്കോർഡ് ഇപ്പോൾ സഞ്ജു അതിനൊപ്പം എത്തിയിരിക്കുകയാണ്. സഞ്ജു ഇപ്പോൾ വിരാട് കോഹ്ലിക്കൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സഞ്ജു പറയുകയുണ്ടായി സച്ചിൻ ടെണ്ടുൽക്കറെ കോണ്ടാക്ട് ചെയ്തിരുന്നു, മെസ്സേജ് സഞ്ജു ടെണ്ടുൽക്കർ വിളിച്ചിരുന്നു, അത് കുറച്ച് ഉപയോഗപ്രദമായി എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. സീനിയർ താരങ്ങളാകുമ്പോൾ ചില സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അത് ജൂനിയർ താരങ്ങൾക്ക് അതൊരു ആവേശം പകരുന്നത് തന്നെയാണ്. അത് നല്ലൊരു കാര്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സഞ്ജുവിൻ്റെ ഈ ഒരു നേട്ടം എല്ലാ മലയാളികൾക്കും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു നേട്ടമാണ്. ഇന്ത്യയിലുടനീളം, കേരളം മാത്രമല്ല ഇന്ത്യയിലുടനീളം തന്നെയുള്ള ഒരു വലിയൊരു ഇന്നിങ്സാണ് സഞ്ജു സാംസൺ. ഇപ്പോൾ ലോകം മൊത്തം അറിയുന്ന ഒരു ആളായി മാറിയിരിക്കുകയാണ് സഞ്ജു. ഇനി അദ്ദേഹത്തിനും ഷുവർ സീറ്റാണ് ഇനി ഒരു 5 വർഷവും പ്രതീക്ഷിക്കുന്നത് ഈ ടീമിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.